മലയാളി സമ്മേളനങ്ങളിൽ പൊതുവായി പലപ്പോഴും കാണാറുള്ള ഒരു കാര്യമാണ് ഈ ഒന്നോ രണ്ടോ സായിപ്പുമാർ അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻസ് അതിൽ കാണും. അത് മിക്കവരും ഈ ഇലക്റ്റഡ് ഒഫീഷ്യൽസ്, അവിടുത്തെ അസംബ്ലിമാനോ അല്ലെങ്കിൽ മേയറോ അല്ലെ അതുപോലെയുള്ള പിന്നെ ടൗൺ സൂപ്പർവൈസറോ ഇങ്ങനെ ആരെങ്കിലും അവിടെ ഉണ്ടാകും. ബാക്കി പിന്നെ ഇപ്പം 100 പേരുണ്ടെങ്കിൽ 99 പേരും മലയാളികളായിരിക്കും. പക്ഷേ ഈ ഒരാൾ പിന്നെ ഒരു മേമ്പടിക്ക് ഈ പുട്ടിന് പീര പോലെ ഒരാൾ അവിടെ ഉണ്ടാവും. എന്നിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മലയാളികളെല്ലാം കൂടി ഇംഗ്ലീഷിലങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങും. കാരണം ഒരു സായിപ്പോ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഇരിക്കുന്നു. ഈ മലയാളികൾ പിന്നെ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചാലുള്ള ഒരു ഗുണം അവർക്കും മനസ്സിലാവില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവില്ല എന്താണ് അവർ പറയുന്നതെന്ന്. അത് നമ്മൾ പിന്നെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ ഒരു സായിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ അമേരിക്കന് വേണ്ടി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി ഇതൊരു പതിവ് പരിപാടിയാണ്. പൊതുവിലെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മലയാളികൾ മാത്രമുള്ളൊരു സമ്മേളനത്തിൽ മലയാളത്തിൽ എല്ലാവർക്കും മലയാളം അറിയാം. മലയാളത്തിലാണ് എല്ലാവരും തന്നെ ഫ്ലുവൻ്റ് ആയിരിക്കുന്നത്. നമ്മളിപ്പം സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ നമുക്ക് പറയാം അവർക്ക് ഇംഗ്ലീഷാണ് അറിയാവുന്നത്, മലയാളം അറിഞ്ഞുകൂടാ. അവർ മലയാളത്തിൽ അത്ര പ്രാവീണ്യം അവർക്കുണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം തലമുറയാണ് ഈ സമ്മേളനവും പരിപാടികളിലും ഒക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് മലയാളമാണ് അറിയാവുന്നത്, പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതും. അപ്പോൾ അത് വിട്ടിട്ട് ഈ അറിയാത്തൊരു ഭാഷ അറിയില്ല എന്നല്ല, പക്ഷെ അത് പറയാനോ അത് പറഞ്ഞ് ഫലിപ്പിക്കാനോ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനോ നമുക്ക് കഴിയാറില്ല. കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മാതൃഭാഷയല്ല. നമ്മൾ പലരും 40 വയസ്സൊക്കെ ആയിട്ട് ഇവിടെ വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ പറിച്ചു നടപ്പെടുന്നവർ അവരുടെ അക്സൻറ്റും പിന്നെ അക്സെൻ്റ് അല്ലെങ്കിൽ ആക്സെൻ്റ് എന്ന് ആരോ പറഞ്ഞ പോലെ ഇതെല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ പറയുമ്പം നമുക്ക് മനസ്സിലാവില്ല. നേരെ മറിച്ച് സായിപ്പോ ആഫ്രിക്കൻ അമേരിക്കനോ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതിനൊരു പ്രയാസമില്ല. താനും അവരുടെ ഇംഗ്ലീഷ് നമ്മുടെ ഇംഗ്ലീഷാണ് നമുക്ക് മനസ്സിലാവാതെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമ്മേളനങ്ങളിൽ എന്തിനാണ് ഇവരെ വിളിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഷോ ഓഫ് ചെയ്യാൻ, അത് ഈ ഭാരവാഹികൾ ഒന്ന് ഷോ ഓഫ് ചെയ്യാനായിട്ട് ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ഇവരെ കൊണ്ടുവന്നു എന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല. ഓണാഘോഷത്തിന് വരിക, പലരും കൈകൊണ്ട് ഓണം ഉണ്ണുന്നത് എന്തായാലും കൈകൊണ്ടാണല്ലോ. അവർക്ക് കൈകൊണ്ട് അത് ഉണ്ണാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സ്പൂൺ അന്വേഷിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള നമ്മുടെ തനത് പരിപാടികൾക്ക് അവരെ കൊണ്ടുവരുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരു അലോസരം പോലെയാണ് തോന്നുന്നത്. അവരുള്ളത് കൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇനി സംസാരിക്കുന്നത് ആളുകൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഒരു തെറ്റായ ഒരു കീഴ്വഴക്കം, എന്തിനാണതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി രണ്ടാമത്തെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഈ നമ്മൾ ഇന്ത്യ പ്രസ് ക്ലബ്ബ് സ്ഥാപിച്ചപ്പോൾ നമ്മൾ ഈ മറ്റ് ഇന്ത്യ പ്രസ് ക്ലബ്ബ് എന്നാണ് പേരെങ്കിലും പിന്നെ മലയാളികൾ മാത്രമേ അതിലുള്ളൂ, മലയാളികളെ മാത്രമേ എടുക്കുകയുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അവിടെ വരുമ്പോൾ നമുക്ക് മലയാളത്തിൽ സംസാരിക്കണം. അപ്പോൾ അതിന് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഞാനുമൊക്കെ അതായിരുന്നു, ഉണ്ട്. പക്ഷേ എന്നാൽ കൂടി നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കിട്ടുന്നൊരു അവസരമാണ്. പിന്നെ അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതില്ല. മലയാളം തന്നെ ആയിക്കോട്ടെ, അത് തന്നെ മതി എന്നുള്ള രീതിയിൽ, മറ്റുള്ളവരെ വേണ്ട. മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാനാവില്ല. അപ്പോൾ അങ്ങനെ പോലും ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണ് ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ ഒരു മേമ്പൊടി ഇംഗ്ലീഷുകാരുടെ ഒരു മേമ്പൊടി എവിടെയെങ്കിലും ചേർക്കും. പിന്നെ അറിയാത്ത ഇംഗ്ലീഷിൽ ആളുകൾ സംസാരിക്കാനായിട്ട്, അറിയാത്തതും അറിയുന്നതും പിന്നെ മനസ്സിലാവാത്ത ഇംഗ്ലീഷിൽ, ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആളുകൾക്ക് മനസ്സിലാവാത്ത ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വരുന്നു. അവർ പറയുന്ന അവർക്കും കേൾക്കുന്ന നമുക്കും മനസ്സിലാവില്ല. അപ്പം നമ്മൾ പറഞ്ഞാലും ഇതൊക്കെ തന്നെ. അത് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, ഒരു പ്രായം കഴിഞ്ഞ് വരുന്നവരാണ്. നമ്മുടെ ആക്സെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എല്ലാ രീതിയിലും സായിപ്പ് പറയുന്ന ഇംഗ്ലീഷ് നമുക്ക് അനുകരിക്കാൻ പറ്റാതെ വരുന്നു മിക്കപ്പോഴും. പിന്നെയും സ്ത്രീകളാണ് അക്കാര്യത്തിൽ കുറച്ചുകൂടെ മെച്ചമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ഹെൽത്ത് കെയറിലൊക്കെയുള്ള സ്ത്രീകൾ, അവർ കൂടുതലും അമേരിക്കക്കാരായിട്ട് തന്നെയാണ് ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ആ ലാംഗ്വേജ് കുറച്ചുകൂടെ മെച്ചപ്പെടുന്ന, പിന്നെ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ലാംഗ്വേജിലൊരു ഫ്ലുവൻസി കൂടുതലുമുണ്ട്. അപ്പോൾ അവരാണ് കൂടുതൽ മെച്ചപ്പെട്ട ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടിട്ടുമുണ്ട്. എങ്ങനെയായാലും ഈ ഒരു പ്രാക്ടീസ് ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതാണ്. കഴിയുന്നത്ര ആവശ്യമില്ലാത്ത ആളുകളെ എന്തിനാണ് കൊണ്ടിരുന്നത്? നമ്മുടെ ആളുകൾ പോരെ. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ഈ മലയാളിയുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്നതാണ് ഈ ഇലക്റ്റഡ് ജഡ്ജി, ഇലക്റ്റഡ് ലെജിസ്ലേറ്റർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മലയാളികൾ. അവർ എല്ലാ പരിപാടിക്കും അവർ വരും. അവരെ എന്തിനാണ് കൊണ്ടുവരുന്നത്? അവർക്ക് വേറെ പണികളൊന്നും ഇല്ലെന്ന് ചോദിച്ച് നിരന്തരം വിമർശനങ്ങൾ നമ്മുടെ കമൻറ്റ് കോളത്തിൽ വരാറുണ്ട്. അപ്പോൾ അതും ഒരു പോയിൻ്റാണ്, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇലക്റ്റഡ് ആളുകൾ, പക്ഷേ അവർക്ക് കളിക്കാൻ അവരുടെ ആളുകളുടെ അടുത്തല്ലേ അവർക്ക് പറ്റത്തുള്ളൂ. മറ്റുള്ളവരുടെ അടുത്ത് ചെന്നാൽ അവർക്ക് അംഗീകാരം കിട്ടണമെന്നുമില്ല. അപ്പോൾ എന്തായാലും
നമ്മുടെ പരിപാടികൾക്ക്, നമ്മുടെ തികച്ചും മലയാളി പരിപാടികൾക്ക് ഈ മറ്റുള്ളവരെ കൊണ്ടുവരുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇനി പൊതുവായ കാര്യങ്ങളിൽ പിന്നെ ഈ ഈ ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നമുക്കവരെ ഒഴിവാക്കാനുമാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ വരിക എന്നുള്ളത് ആവശ്യവുമാണ്, നമ്മുടെയും ആവശ്യമാണ്. ആ സമൂഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത്, മെയിൻ സ്ട്രീമിലുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത് നമ്മുടെയും ആവശ്യമാണ്. എന്ന് മാത്രമല്ല, ഈ മെയിൻ സ്ട്രീമിലുള്ളവർ ഉള്ളപ്പോൾ നമ്മളും സംസാരിക്കാൻ പഠിക്കുന്ന ഒരു പക്ഷേ നമ്മുടെയും ഒരു പിന്നെ ഒരറപ്പ് മാറിക്കിട്ടുന്നത് ഒരുപക്ഷെ അവരുടെ മുന്നിൽ സംസാരിക്കുമ്പോഴായിരിക്കും. എങ്ങനെയായാലും തികച്ചും മലയാളി പരിപാടിക്ക് അങ്ങനെയുള്ളവരെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്.